ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷാൻ ആൻഡ് സ്പൈസസ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട്സ് അറിയാമെന്നുള്ള കുറേ പേര് പറയും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തൂടെ. ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് എടുക്കാനുള്ളത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എങ്കിലും എനിക്കറിയാമെന്നുള്ളത് വെച്ച് ഞാൻ എന്തൊക്കെ ചെയ്ത് കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹായ് ഇഷുമോനെ, ഹായ് ഇഷു. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നതിനേക്കാളും ഡേ ഇൻ അവർ ലൈഫ് എന്ന് പറയണതായിരിക്കും ബെറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അവന് മാത്രമേ ഉള്ളൂ. ഞാനും അവന് ഒരു ദിവസത്തിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. സോ ഇത് അവൻ്റെ അവിടെ ഇരുന്ന് കളിക്കുന്ന ആ ഗ്യാപ്പിൽ ഞാൻ വീടൊന്ന് ക്ലീൻ ചെയ്തിടുകയാണ്. രാവിലെ എന്നും എല്ലാം ഒന്ന് ബെഡൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തിടും. അവൻ എന്നും കളിക്കുന്നത് കാരണം ഞാനിതൊന്ന് ക്ലീൻ ചെയ്തിടും. ഞാനിത് ഇങ്ങനെ സ്റ്റാൻഡ് എടുത്തപ്പോഴത്തേക്കും തന്നെ അവന് ക്യാമറ സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഇത് അവൻ എടുക്കുകയാണ്. പിന്നെ ഇത് അവനൊരു വീഡിയോ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അവനിപ്പോൾ കുളിക്കാൻ കരുതിയിട്ട് നമ്മളൊരു ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ഓയിൽ ഇങ്ങനെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റപ്പ് ഇപ്പോൾ ഇല്ല. ആക്ച്വലി മമ്മിയാണിത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറു ചൂടോടെ ഓയിൽ യൂസ് ചെയ്താൽ മതി എന്നുള്ളത്. സോ അതുകൊണ്ട് ഞാൻ ഒരല്പം എണ്ണ, അവന് ആവശ്യമുള്ളത് എത്രയാണോ അത്രയും ഒരല്പം എണ്ണ എടുത്തിട്ട് അതിൽ 2 കുരുമുളകും പിന്നെ ഞാൻ ഒരു ഗ്രാമ്പും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഗ്രാമ്പ് യൂസ് ചെയ്യില്ല. ആക്ച്വലി ഇതിൻ്റെ ബാക്കി ഓയിൽ ഞാൻ യൂസ് ചെയ്യും. ചെറിയൊരു തലവേദനയൊക്കെ ഉള്ളത് കാരണം ഒരു ചെറിയൊരു ഗ്രാമ്പും 2-3 കുരുമുളകും ചെറിയ ഉള്ളി, നമ്മൾ ചെറിയ ഉള്ളി ചതച്ച് അതിൻ്റെ ചാറ് മാത്രം എടുക്കും. മൊത്തത്തിൽ അങ്ങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാടങ്ങ് ഓയിൽ അങ്ങ് എടുത്തു പോകും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ചാറ് മാത്രമായിട്ടാണ് എടുക്കുന്നത്. ഈ ചെറിയ ഉള്ളിയുടെ ചാറെന്ന് പറയുന്നത് ഒരുപാട് സൾഫർ കണ്ടൻറ്റ് ഉള്ളത് കാരണം നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടായിരിക്കും, നല്ല ഹെയർ റീഗ്രോത്തും ഉണ്ടായിരിക്കും. എനിക്ക് ഹെയർ ലോസ് സമയത്ത് ഞാൻ ഇതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നല്ല റീഗ്രോത്ത് ഉണ്ട്. സോ അതിന് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവനൊരു ചെറിയൊരു ദോശയും കൂടെ ചുട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു ദോശയും കൂടെ എടുത്ത് ഇവനെ കഴിപ്പിക്കാനുള്ളതാണ് ഏറ്റവും വലിയ പണിയെന്ന് പറയണത്. ഒന്നും കഴിക്കില്ല, ജസ്റ്റ് ഇങ്ങനെ കളിച്ചുകൊണ്ടേ നടക്കും. സോ അങ്ങനെ ഞാൻ വീട് മൊത്തം ഓടി നടന്ന് അവൻ എന്തെങ്കിലും കഴിപ്പിക്കണം എന്നുള്ള രീതിക്ക് കഴിക്കാൻ കൊടുക്കുകയാണ്. എന്ത് ഞാൻ എടുത്തുകൊണ്ട് വെച്ചിരുന്നാലും തിരിച്ചു കൊണ്ടുവയ്ക്കും. കഴിക്കുന്നത് പോയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുമെന്നുള്ള കണക്കാണ്. അങ്ങനെ ഒരുവിധം ഒരു പകുതി ദോശ കഴിക്കാൻ വെച്ചു എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആ സമയം കൊണ്ട് അവൻ ബെഡൊക്കെ എടുത്ത് നൂത്തിട്ട് കണ്ടില്ലേ, മോസ്റ്റ്ലി ഇങ്ങനെ ബെഡിൽ ഇരുന്നിട്ടാണ് കളിക്കുന്നത്. അപ്പോഴത്തേക്കും അത് അവനൊരു കംഫർട്ടബിൾ സോൺ എന്നുള്ള കണക്കിനായി. അതുകൊണ്ട് ബെഡ് അവൻ സ്വന്തമായിട്ട് തന്നെ എടുത്തിട്ടിട്ട് ആ ബെഡ്ഷീറ്റ് ഇട്ടിരുന്നത് അവന് ഇഷ്ടപ്പെട്ടില്ല. സോ അത് അങ്ങ് എടുത്ത് മാറ്റുകയാണ്. ബെഡ്ഷീറ്റ് ഇനി മാറ്റിയിട്ട് അവന് കളിക്കാനുള്ളൊരു സെറ്റപ്പ് റെഡിയാക്കാൻ കരുതിയിട്ടുള്ള പരിപാടിയാണിപ്പോൾ. തന്നെ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റി തരണം. പിന്നെ ഞാൻ തന്നെ ഒരു പായൊക്കെ എടുത്ത് വിട്ടിട്ട് ഇങ്ങനെ പില്ലോ ഒക്കെ സൈഡിൽ വെച്ച് അവന് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ അവൻ തന്നെ സ്വന്തമായിട്ട് പോയി എടുത്തുകൊണ്ട് വരികയാണ് ചെയ്തത്. അവിടെ നിന്ന് അവ ഇപ്പോഴാണ് ഇങ്ങനെ കുറേശ്ശെ സംസാരിച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പോഴത്തെ അവൻ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയാണ്. ആക്ച്വലി അവൻ യെല്ലോ എന്നാണ് പറഞ്ഞത്, ഞാനാണ് തെറ്റി ഐസ്ക്രീം എന്ന് പറഞ്ഞത്. അതിൽ യെല്ലോ ഐസ്ക്രീമായിരുന്നു ഇരുന്നത്. അവൻ ഇങ്ങനെ ഇപ്പോൾ അവൻ്റെ വെക്കാബുലറി ഇങ്ങനെ കുറേശ്ശെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒരുപാട് അങ്ങ് സംസാരിക്കുന്നൊന്നുമില്ല. പക്ഷെ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സംസാരിക്കാനും എല്ലാ ഇതൊക്കെ കുറേശ്ശെ വന്നോളൂ. എല്ലാ പിള്ളേരും ഇങ്ങനെ ഇപ്പോൾ ഒരേ സമയത്ത് തന്നെ സംസാരിക്കും എന്നൊന്നുമില്ല. അതിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തല്ല. ആക്ച്വലി അവൻ അത് കളിക്കുകയാണ് ചെയ്യണത്, പഠിക്കുക എന്നുള്ളതല്ല. ആ സമയത്ത് ഞാൻ ഇങ്ങനെ കുറേശ്ശെ ബാക്കി ദോശയും കൂടെ കൊടുത്ത് ആ സമയം കൊണ്ട് നമ്മളുടെ ഇവിടെ ഓയിൽ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി. ഒരു ചെറിയ പൊടിക്കുള്ള ചൂടെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഓയിലൊക്കെ തേച്ച് കൊടുത്ത് വീണ്ടും അവൻ കുറച്ച് നേരം ഇരുന്ന് കളിക്കും. ഈ ഓയിൽ ഞാൻ അവന് തലയിൽ തേക്കാൻ കരുതിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ബാക്കി ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറൊരു ഓയിൽ അവന് ഞാൻ ഇപ്പോൾ ഫേസിലൊക്കെ ഉപയോഗിക്കും. ആക്ച്വലി അത് ഞാൻ നേരത്തെ അവൻ്റെ ബോഡി ഫുള്ള് യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പം അവൻ കുറച്ച് വളർന്നതിന് ശേഷം ഇപ്പോൾ ഫേസ് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. നാൽപ്പാമരാതി ഓയിൽ എന്ന് പറഞ്ഞിട്ടാണ് ആ ഓയിൽ. ഇങ്ങനെ സ്കിന്ന് നന്നായിട്ട് ഒന്ന് ഗ്ലോ ആവാനും പിന്നെ വേറെ റാഷസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതിരിക്കാനും കരുതിയിട്ടാണ്. ആക്ച്വലി ബോഡി ഫുൾ യൂസ് ചെയ്യുന്നതാണ് അത് ബെറ്റർ. പക്ഷെ ഞാൻ ഇപ്പോൾ അത് ബോഡി ഫുൾ അത് യൂസ് ചെയ്യണില്ല. അപ്പോൾ പിന്നെ കഴിച്ച പാത്രങ്ങൾ 1-2 കിടന്നു. ഞാൻ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഉടനെ കഴുകി വയ്ക്കും എന്നുള്ള കണക്കാണ്. ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് അവന് കരുതിയിട്ട് ഉച്ചയ്ക്കുള്ള ഒരു ഫുഡും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അത് റെഡി ആയിരിക്കും. അതിനെന്തൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം.
ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, അവൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കരുതിയിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ അവൻ എന്തെങ്കിലും ഒരു ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള സംഭവം ഉള്ളിൽ പോകണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യണത്. ഈ റെസിപ്പിക്ക് പ്രത്യേകിച്ച് പേരോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. എനിക്കറിയാമെന്നുള്ള രീതിക്ക് ഞാനിത് ചെയ്യുകയാണ്. സോ ആദ്യം തന്നെ ഒരു പിടിയോളം അത്രയൊക്കെ എടുക്കുകയുള്ളൂ ഞാൻ. ഒരു പിടിയോളം റൈസും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പില്ല, ആ പരിപ്പാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യണത്. അതും കൂടെ ഞാൻ ചേർക്കും. പിന്നെ അല്പം വെജിറ്റബിൾസ്, എന്ത് വെജിറ്റബിളാണോ എൻ്റെ കയ്യിലുള്ളത് അത്. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ്. ഇന്ന് ഞാൻ ബീൻസും ഒരു ചെറിയൊരു വാഴയ്ക്കയും ഒരു തക്കാളി അങ്ങനെയൊക്കെ ഞാൻ ആഡ് ചെയ്യണുള്ളൂ. എന്ത് വെജിറ്റബിൾ ആണോ ഉള്ളത് അതിന് കണക്കാക്കിയുള്ള വെജിറ്റബിൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യും. ഞാൻ വെജിറ്റബിൾ എടുത്ത സമയം കൊണ്ട് ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ അവൻ ഓടിയെത്തും. അവന് ഫ്രിഡ്ജിൽ ആ തണുത്ത കാറ്റ് അവിടെ നിന്ന് ഇങ്ങനെ വരണത് അത് ആസ്വദിക്കാൻ കരുതിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫ്രിഡ്ജ് തുറക്കണ സൗണ്ട് കേട്ടപ്പോൾ ഓടി വന്ന് പീനട്ട് ബട്ടർ എടുത്തുകൊണ്ട് പോവുകയാണ്. സോ നമ്മുടെ റെസിപ്പിയിലോട്ട് തിരിച്ചു വരാം. ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ബീൻസ്, ഒരു ഓണിയൻ, ഒരു തക്കാളി. സോ ഞാൻ കുക്കറിലാണ് പൊതുവെ വയ്ക്കാറുള്ളത്. കുക്കറിൽ വയ്ക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് കുക്കറിൽ വയ്ക്കരുത് എന്നുള്ളത് പറയണത്. അതിന് ഞാൻ റീസൺസ് ഞാൻ ഇതിൽ തന്നെ പറയുന്നുണ്ട്. സോ ഒരു ചെറിയൊരു ഓണിയൻ കുഞ്ഞായിട്ട് ഞാൻ കട്ട് ചെയ്ത്, ആക്ച്വലി ഞാൻ ഇതിൽ ആദ്യം നെയ്യ് ആഡ് ചെയ്യും. ഇന്ന് നെയ്യ് ഇല്ലാത്തത് കാരണം അല്പം ബട്ടറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ബട്ടറിൽ കുറച്ച് ഓണിയൻ ആ സമയത്ത് തന്നെ ഞാൻ ഇതെല്ലാം എടുത്ത് പ്രിപ്പയർ ചെയ്യാം. അല്ല സെപ്പറേറ്റ് ആയിട്ട് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യണ അങ്ങനത്തെ ഒരു സെറ്റപ്പില്ല എൻ്റെ കയ്യിൽ. ആ ഓണിയൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഈ ബീൻസും തക്കാളിയും ഒരു ചെറിയൊരു മുളകും ഇതൊക്കെ കൂടെ കട്ട് ചെയ്ത്, ഒരു ചെറിയൊരു ബനാന ഇതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കും. ഈ സമയത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇന്ന് ഞാൻ സാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തത് ഓൾറെഡി. അപ്പോൾ അതിൽ സാൾട്ട് ഉള്ളത് കാരണം അതും കൂടെ നോക്കിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ബാക്കി മസാലാസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അല്പം മഞ്ഞൾപ്പൊടി, ഞാൻ ഇവിടെ മാഗിയുടെ മസാലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ആ ഫ്ലേവർ അവന് ഇഷ്ടം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ആ റൈസും പരിപ്പും കൂടെ ചേർത്തിട്ടുള്ള സംഭവം അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനുശേഷം തിളപ്പിച്ച വെള്ളമാണ് ഞാൻ അതിലോട്ട് യൂസ് ചെയ്യണത്. സോ പച്ചവെള്ളം നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും തിളപ്പിച്ച വെള്ളം കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പച്ചവെള്ളം യൂസ് ചെയ്തിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. വേഗം ഇത്തിരി കൂടെ സമയമെടുക്കും. സോ ഞാൻ ഇപ്പോൾ തിളപ്പിച്ചിട്ട് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് അതിൽ നിന്ന് ഇങ്ങനെ ഒരു ആവി വന്ന് തുടങ്ങില്ല, വേപ്പർ വന്ന് തുടങ്ങുന്ന സമയത്ത് വിസിലിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. വിസിൽ, അതായത് നമ്മൾ പ്രഷർ റിലീസ് ആവണതാണ് വിസിൽ കേൾക്കണത്. വിസിൽ കേൾക്കണമെന്ന് പറഞ്ഞാൽ ആക്ച്വലി കുക്കറിൻ്റെ പ്രഷർ ഒരിക്കലും റിലീസ് ആവരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 8 വിസിലൊക്കെ വയ്ക്കുന്ന, അതായത് കുറച്ച് കടലയൊക്കെ ഇട്ട് നമ്മൾ വേവിക്കുകയാണ്, ഒരു 8-10 വിസിൽ വേണം. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് ഒരിക്കലും പ്രഷർ റിലീസ് ആവരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഷറിൽ കുക്ക് ചെയ്യാൻ കരുതിയിട്ടാണ് പ്രഷർ കുക്കർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ ഈ പ്രഷർ അങ്ങ് റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമൽ പോട്ടിൽ വെക്കുന്നത് ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഈ കടലയൊക്കെ വേഗം വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ന്യൂട്രിയൻ്റ് എല്ലാം തന്നെ പുറത്തു പോകും. ആ വേപ്പറിലാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ എസൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതൊക്കെ അങ്ങ് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ന്യൂട്രിയൻ്റ് എന്തായാലും ലോസ് ആവാൻ സാധ്യതയുണ്ട്. സോ കുക്കറിൽ വേഗം വയ്ക്കുമ്പോഴത്തേക്ക് ഒരിക്കലും പ്രഷർ റിലീസ് ആവരുത്. ഇങ്ങനെ ആ പ്രഷർ റിലീസ് ആവാൻ കരുതിയിട്ട് പറഞ്ഞ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഇതിങ്ങനെ പതഞ്ഞിട്ട് പറഞ്ഞ ഒരു സ്റ്റേജ്, ആ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞ് എത്ര നമുക്ക് പ്രഷർ വേണം അത്രയും കിട്ടും. ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഫുൾ അതിൻ്റെ പ്രഷറിലിരുന്ന് വെന്താൽ അത് കറക്റ്റ് ആയിരിക്കും. അതായത് അതിൻ്റെ വെള്ളവും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കറക്റ്റായിരുന്നു കഴിഞ്ഞാൽ ഈ പ്രഷർ, ഞാൻ ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഈ പ്രഷർ വരണതിന് മുമ്പേ, അതായത് പ്രഷർ റിലീസ് ആവുന്നതിന് തൊട്ട് മുമ്പേ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരുന്നാൽ ഉറപ്പായിട്ട് നമ്മളൊരു 8 വിസിൽ അല്ലെങ്കിൽ ഒരു 4 തൊട്ട് 5, അതായത് നിങ്ങൾ 2 വിസിൽ വെച്ചാലും 8 വിസിൽ വെച്ചാലും മാക്സിമം അതിനകത്ത് നിൽക്കാനുള്ള പ്രഷർ മാത്രമേ നിൽക്കുകയുള്ളൂ. എക്സസ് ആയിട്ടുള്ള പ്രഷർ മാത്രമാണ് റിലീസ് ആവുന്നത്. സോ നമ്മൾ തെറ്റായിട്ട് കുക്കറിൻ്റെ രീതിയിലാണ് ഈ ഓൾറെഡി പ്രഷർ റിലീസ് ചെയ്ത്, അങ്ങനെയാണ് നിങ്ങൾക്ക് പ്രഷർ കുക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ ദയവേത് ഒരു ദിവസമെങ്കിലും ഞാൻ പറഞ്ഞൊരു മെത്തേഡിൽ, അതായത് ഈ പ്രഷർ റിലീസ് ആവണതിന് തൊട്ട് മുമ്പിലത്തെ സ്റ്റേജിൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും കുറച്ച് എനർജിയിൽ, അതായത് ഏറ്റവും കുറച്ച് ഗ്യാസ് മാത്രമേ നമുക്ക് ചിലവാകുള്ളൂ. പക്ഷേ പ്രഷർ കുക്കർ നന്നായിട്ട്, അതായത് പ്രഷർ കുക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നോർമൽ പോട്ടായിട്ട് യൂസ് ചെയ്യാതെ പ്രഷർ കുക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യണം എന്നുണ്ട് ഈ പ്രഷർ കുക്കർ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിൽ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ടിപ്പ് കിട്ടിയോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ, ഇല്ല മനസ്സിലായിട്ടില്ലെങ്കിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ച് ഇനി മോനെ കുളിപ്പിക്കണം, ഞാനും ഒന്ന് കുളിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഇത് നോർമലി അങ്ങനെ ഇരുന്ന് പ്രഷർ അങ്ങ് താഴുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ വെള്ളത്തിൽ കാണിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പ്രഷർ റിലീസ് ചെയ്ത് വിട്ടോ ഒന്നും ഓപ്പൺ ചെയ്യേണ്ട. നോർമലായിട്ട് ഇതിൻ്റെ പ്രഷർ
ഒന്ന് താന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഓപ്പൺ ചെയ്യാം. പീനട്ട് ബട്ടർ ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ തൂത്തിട്ട സ്ഥലമാണ് കേട്ടോ. ഇഷുവേ, ഇഷു മോനെ കുളിക്കാമോടാ? വാ കുളിക്കാം, ഇനി കുളിക്കാടാ. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കുളിച്ച് റെഡിയായി. കുളിച്ച് കഴിഞ്ഞിട്ട് ഇഷുവിന് എന്നും ഒരു റൊട്ടീനുണ്ട്. അത് ഞാൻ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അവന് ഇങ്ങനെ റെഡിയാവാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ണെഴുതാനും പൊട്ട് വയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് കണ്ണൊക്കെ എഴുതി കൊടുത്ത് പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇഷുമോൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് ഇനി കളിക്കാൻ പോവുകയാണല്ലേ മോനെ? ബൈ പറ, ബൈ ബൈ. ഓക്കെ, ഗുഡ് ബൈ. ഹായ് പറ, ഹായ് എന്ന് പറ, ഹായ് ഹായ് എന്ന് പറ, ഹായ്. ഓക്കെ, ഡൺ 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 ഡൺ. ഒരു ഉമ്മത അമ്മയ്ക്ക് ഇവിടെ 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 ഇവിടെ. ഓക്കെ, ഗുഡ് ബൈ. അവൻ്റെ ഈ സ്നേഹത്തിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. അവനെ താഴെ കളിക്കാൻ കൊണ്ട് വിടാൻ കരുതിയിട്ടാണ്. എന്ത് പറഞ്ഞിരുന്നാലും അവൻ ചെയ്യും എന്നുള്ള കണക്കാണ്. അവന് ഇങ്ങനെ പുറത്ത് വന്ന് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. 1 2 എന്തോന്നാണ് മോനെ? കോലപ്പൊടിയാ? അത് എഴുതിയിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ, വൈറ്റ് കളറ്. ഓ, ഇങ്ങനെ കോലപ്പൊടിയൊക്കെ അവനവിടെ ABCD 1 2 3 ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിലിങ്ങനെ ഓരോ ഇങ്ങനെ സ്റ്റോൺസിലായിട്ട് ഇങ്ങനെ ചാടി ചാടി ഒന്ന് കളിക്കാനായിട്ട് അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മളിവിടെ നിന്ന് കളിച്ചതിന് ശേഷം വീണ്ടും കഴിക്കാൻ കരുതിയിട്ട് മുകളിലോട്ട് പോയി. അച്ഛനാ? പോയതായിരിക്കും. എന്താ ഈ ഫുഡ് അവൻ അല്പം കഴിച്ച് വീണ്ടും വീട്ടിൽ തന്നെ നിന്ന് കളിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഈവനിങ് ആയി. ഇഷാൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം കൊച്ചിനെ. അപ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സ്നാക്സ് റെഡിയാക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാഴയ്ക്കായിരുന്നു അല്പം. അപ്പോൾ അത് വാഴയ്ക്ക ബജിയുടെയാണ്. അവർ രണ്ടുപേരും അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് അപ്പോൾ പോയി നോക്കിയിട്ട് ഇങ്ങ് പറഞ്ഞത്. ഒരു ചെറിയൊരു കട്ടൻ ചായയും ഒരു സ്നാക്സും കൂടെ റെഡിയാക്കുകയാണ്. ബജ്ജിയുടെ റെസിപ്പിയൊക്കെ ഓൾറെഡി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോൾ തമിഴിലായിരിക്കും നറേഷനെന്ന് തോന്നുന്നു. ആ സമയത്ത് സ്റ്റാർട്ടിങ് സമയത്ത് നമ്മൾ അതൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ഒന്നും പറയാൻ പോണില്ല. ജസ്റ്റ് ഇത് ഒന്ന് പ്രിപ്പയർ ചെയ്യണത് കാണിക്കണമെന്നുള്ളത് മാത്രം. ഒരുപാട് കാണിക്കണില്ല. അവ ഇങ്ങനെ കുറച്ച് നേരം ഒരു 1 ഹവറോളം അവ ഇങ്ങനെ വന്ന് കളിക്കും. അവ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊക്കെ പിന്നെ കേട്ട് പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും കൂടെ അങ്ങനെ വീഡിയോസ് കണ്ടിരുന്ന് കഴിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈശാൻ ഉറങ്ങി. ഈവനിങ് ആയപ്പോഴത്തേക്ക് ഉറങ്ങി. ഈവനിങ് ഒരു ചെറിയ സ്നാപ്പ് എന്നും അവനുള്ളതാണ്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് പോലും അവൻ ഉറങ്ങുകയാണ്. ഈവനിങ് ആണ്. സോ നൈറ്റത്തേക്ക് അല്പം ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ചിക്കൻ കറിയും ചപ്പാത്തിയാണ് വയ്ക്കണത്. ചപ്പാത്തിക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് നേരത്തെ അങ്ങനെ റെഡിയാക്കാൻ കരുതിയിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെയിൽ ചെക്ക് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും എൻ്റെ പ്രൊഫഷണൽ വർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് പോയി ചെയ്യും. എന്തെങ്കിലും കറക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ മെയിൽ ചെക്ക് ചെയ്യണം. അങ്ങനത്തെ പരിപാടികളൊക്കെ അവൻ ഉറങ്ങുമ്പോഴത്തേക്കേ നടക്കുകയുള്ളൂ. അതൊക്കെ ഞാൻ അതവിടെ ചെയ്യുകയാണ്. എഡിറ്റിംഗ് ആയിരുന്നാൽ ഈ സമയത്ത് ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും മീൻസ് എൻ്റെ പേഴ്സണൽ വർക്ക് എന്നുള്ള രീതിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് ചെയ്യാറുണ്ട്. അങ്ങനെ നൈറ്റ് ചിക്കൻ കറി ഇതവിടെ റെഡിയായി. ഈ ദോശക്കറി നല്ല ചൂട്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് വാഷ് ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ചപ്പാത്തി ഇവിടെ റെഡിയായി. ചപ്പാത്തി ഹോട്ട് ബോക്സിലൊന്നും ഇട്ട് വെച്ചില്ല.
നമ്മളിപ്പോൾ തന്നെ എടുക്കുകയല്ലേ, അതുകൊണ്ട് ചപ്പാത്തിയുടെ ഷേപ്പൊന്നും കണ്ട് പേടിക്കണ്ട. എനിക്ക് ചപ്പാത്തി ഷേപ്പായിട്ട് ചെയ്യാൻ വരില്ല, അതാണ് പ്രശ്നം. ചപ്പാത്തി ഇവിടെ റെഡിയായി. പിന്നെ വലുതായിട്ട് എടുത്തൊന്നും വയ്ക്കാനൊന്നും പോയില്ല. ഇതാണ് നൈറ്റ് കിച്ചൻ്റെ അവസ്ഥ. ഇനി ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. വരുമ്പോഴത്തേക്കും പറ്റിയ ഞാൻ വീഡിയോ എടുക്കാം. മോസ്റ്റ്ലി അത് വീഡിയോ എടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല. സോ അങ്ങനെ കിച്ചണിലെ വർക്കൊക്കെ കഴിഞ്ഞ് ഇനി ചേട്ടൻ വരുമ്പോഴത്തേക്കും കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പാത്രം കഴുകാൻ അങ്ങനത്തെ ഒന്നുമില്ല. സോ ഓക്കെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മോർണിംഗ് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാനിങ്ങനെ വിരിച്ചിട്ടിട്ടില്ലായിരുന്നു ഉണങ്ങാനായിട്ട്. മോസ്റ്റ്ലി ഞാൻ ഇങ്ങനെ നൈറ്റാണ് ഡ്രസ്സ് ഇങ്ങനെ ഉണങ്ങാനായിട്ട് വെക്കുന്നത്. സോ ഡ്രൈ ആവാൻ കരുതിയിട്ട് നൈറ്റ് വെക്കുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഈ റൂം മൊത്തത്തിലൊന്ന് ക്ലോസ് ചെയ്തിടാം. പകലാകുമ്പോഴത്തേക്കും അവ ഇങ്ങനെ വന്ന് കളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. പിന്നെ അത്രത്തോളം അത് നല്ലൊരു ശീലവും അല്ല. ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ ഡ്രസ്സെല്ലാം കൂടെ ഇങ്ങനെ ഉണങ്ങാൻ വെക്കണം എന്ന് പറയണത്, അല്ലെങ്കിൽ നമ്മളെ തലയിൽ ഇങ്ങനെ ഡ്രസ്സ് തട്ടിയിട്ട് പോകണം എന്നുള്ള പറയണത് നല്ലൊരു ശീലമല്ല. അതുകൊണ്ട് മോസ്റ്റ്ലി ഞാൻ ഈ റൂമിനകത്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഈ റൂം ഇടലാണ് പതിവ്. അപ്പോൾ നെടുഞ്ചേട്ടൻ വന്നപ്പോഴത്തേക്ക് നെടുഞ്ചേട്ടനെ അവിടെ പോയി നമ്മളൊന്ന് ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അതിന് എഴുതിയിട്ട് പോവുകയാണേ. ഈ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് യൂട്യൂബിൽ ഒരു പഴയ കണ്ടൻറ്റാണ്. പക്ഷേ എനിക്കിന്നത് പുതിയതായിട്ട് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ എടുത്തിട്ട് ചെയ്യണത്, അതും തന്നെ വീഡിയോ എടുത്ത് തന്നെ എഡിറ്റ് ചെയ്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് എനിക്കിന്നൊരു പുതിയതായിട്ട് തോന്നി. സോ ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് എനിക്ക് അറിയിക്കണം. ഞാൻ എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് അറിയാൻ കരുതിയിട്ട്. എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഓരോ ദിവസവും ഓരോ രീതിയിലായിരിക്കും. സോ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.